ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ പക്ഷിയെ ഉണ്ടാക്കിയിട്ട് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ ജനങ്ങളോട്, ഞാൻ നിങ്ങൾക്കൊരു പക്ഷിയെ പടച്ചു തരാം ജനങ്ങളെ, എന്നിട്ട് ഞാനതിൽ ഓതുമ്പോ ഫയകൂനു തൈറാ, അത് പക്ഷിയായി പറക്കുകയാവും ചെയ്യുന്നത് ജനങ്ങളെ എന്ന് പറഞ്ഞിട്ട് പറയുന്നു ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം. അള്ളാഹുവിന്റെ ഇതിനോടുകൂടിയാണ് ആ പക്ഷി പറക്കുന്നത്. എന്തേ അതങ്ങനെ പറയാൻ കാരണം? എന്തേ അക്കാര്യം അങ്ങനെ പറയാൻ കാരണം? അതാ പറയുന്നത് ഇവിടെ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്താണ് ചെയ്തത് എന്ന് ആദ്യം മനസ്സിലാക്കണം. അള്ളാഹു എന്താണ് ചെയ്തത് എന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ തെറ്റിദ്ധരിക്കരുത്. ഈസ നബി ചെയ്തതും അള്ള ചെയ്തതും എന്ന് പറയുമ്പോ ഈസ നബി ചെയ്തത് അള്ള തന്നെയല്ലേ? അതെ, മനുഷ്യർക്ക് അള്ള കൊടുക്കാത്ത ചില കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞിട്ട്. കഴിവുകൾ സ്വന്തമായിട്ടുണ്ട്, മനുഷ്യന് ചില സ്വതന്ത്ര കഴിവുകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന കക്ഷികളിൽപ്പെട്ടവരാണ് മുജാഹിദുകൾ എന്ന് പലരും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇവിടെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതും അള്ളാഹു അനുമതി നൽകിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈസ നബിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടെന്ന അതാണ് ഖുർത്തുബി ഇമാം പറയുന്നത്. വകാന തസ്വിയത്തുത്തീനി, ഈ കളിമണ്ണിങ്ങനെ ശരിപ്പെടുത്തുക എന്നതും അതിന്റെ കോലം പടക്കുക എന്നതും എന്നിട്ടതിൽ ഊതുക എന്നതും വന്നഫ്ഖു, അതിൽ ഊതുക എന്നതും നടക്കുന്നത് ആരിൽ നിന്നാണ്? മിൻ ഈസാ നബി അലൈഹിസ്സലാമിൽ നിന്നാണ്. അതേ അവസരത്തിൽ അതൊരു ജീവനുള്ള പക്ഷിയായി എന്ന് പറക്കണ്ടേ? ആ പടപ്പത്തരം അതൊരു സൃഷ്ടിയായി കൊണ്ടതങ്ങ് പറക്കണമെങ്കിൽ ആ സൃഷ്ടിപ്പാരാ നടത്തുന്നത്? വൽ ഖൽഖു, ആ സൃഷ്ടിപ്പ്, അവിടെ സൃഷ്ടികർമ്മം നടത്തുന്നത്, ജീവനിടിക്കുന്നത് മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നാണ്. ഏതുപോലെ കമാന നഫ്ഖ മിൻ ജിബ്രീൽ വൽ ഖൽഖു മിനല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതിയപ്പോഴല്ലേ മറിയം ബീവിയിൽ കുഞ്ഞുണ്ടായത്? മറിയം ബീവിയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിന്റെ കൽപ്പന പ്രകാരം ഊത്ത് നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു കുഞ്ഞിനെ പടച്ചത് അത് അല്ലാഹുവാണ്, ജിബ്രീൽ അലൈഹിസ്സലാം അല്ല. ഇത് ആ കാര്യം അവിടെ വിശദീകരിച്ചു. ഇനി നിങ്ങൾ നോക്കൂ, മരിച്ചവരെ ജീവിപ്പിക്കും എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്നും പറയുന്നുണ്ട്, രോഗികളെ ഞാൻ സുഖപ്പെടുത്തും. മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും. അതൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നുണ്ട് ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം, അള്ളാഹുടെ ഉത്തരവ് പ്രകാരമാണ് ഞാനത് ചെയ്യുന്നത് എന്ന് പറയുമ്പോ എന്തിനാണ് ഇവിടെ അങ്ങനെ പറഞ്ഞത് എന്ന് പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിച്ച മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. എവിടെയാ വിശദീകരിച്ചത്? ഇവിടെ അല്ലാഹു ബിഇദ്നില്ല എന്നിങ്ങനെ ആവർത്തിച്ചത് ദഫ്അൻ ലിതവഹുമിൽ ഉലൂഹിയ. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഇലാഹാണോ? ഈസാ നബിക്ക് ദിവ്യത്വമുണ്ടോ എന്ന് ശ്രോതാക്കൾ ധരിച്ചു പോകാതിരിക്കാനാണ്. ഞാനല്ല ചെയ്യുന്നത് കേട്ടോ, അള്ളയാണ് ചെയ്യുന്നത്. ഏത് കാര്യം? ജീവനിടിക്കുന്നത് ഞാനല്ല, അതേപോലെ തന്നെ രോഗം സുഖപ്പെടുത്തുന്നത് ഞാനല്ല, അതൊക്കെ അള്ളയാണ്. ആ ദിവ്യത്വമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഫഇന്നൽ ഇഹ്യാഅ ലൈസ മിൻ ജിൻസിൽ അഫ്ആലിൽ ബശരിയ, മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ വകുപ്പിൽപ്പെട്ടതൊരിക്കലുമല്ല എന്ത്? ജീവൻ നൽകുക എന്ന പ്രവൃത്തി. അപ്പൊ ജീവൻ നൽകുക എന്ന പ്രവൃത്തി അള്ളയാണ് ചെയ്യുന്നത്. മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനായ ഈസ നബി എന്താ ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നയാളെ എന്തു ചെയ്യുകയാണ്? എഴുന്നേൽക്കൂ എന്ന് പറയുന്നു. ആ വാക്ക് പറയുവാനേ ഈസ നബി അലൈഹിസ്സലാമിന് കഴിയുകയുള്ളൂ. അതിലൂടെ അള്ളാഹു ഈസ നബി അതങ്ങ് പറയുമ്പോഴേക്കതാ ജീവൻ നൽകിക്കൊണ്ട് ആ മയ്യത്തിനെ എഴുന്നേൽപ്പിക്കുകയാണ്. അത് തന്നെ ഈസ നബി ഇങ്ങനെ വിചാരിക്കുമ്പോൾ ഇഷ്ടം പോലെ ചെയ്യാൻ കഴിയാവുന്നൊരു സംഗതിയാണോ? അല്ലല്ലോ സഹോദരന്മാരെ, ആർക്കും അറിഞ്ഞുകൂടെ. എങ്കിൽ പിന്നെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്താരെങ്കിലും പിന്നെ ഖബറിൽ ബാക്കിയുണ്ടാകുമോ? എല്ലാവരും വരില്ലേ ഈസ നബിയുടെ മുമ്പിൽ? ദാ ഇയാളൊന്ന് ജീവിപ്പിക്കണം. ഒരാളാണ് മരിക്കുമ്പോഴേക്ക് മയ്യത്ത് കെട്ടിലും കൊണ്ടുവരുന്നു, ഈസാ നബിയുടെ വീടിന്റെ മുമ്പിൽ വെക്കുന്നു, ജീവൻ കൊടുക്കണം. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ മരിച്ചവർക്ക് ഇങ്ങനെ ജീവൻ കൊടുക്കാൻ യഥേഷ്ടം അത് ഉപയോഗിക്കാനുള്ള കഴിവ്
ഈസാ നബി അലൈഹിസ്സലാമിൽ ഉണ്ടായിരുന്നുവോ? ഇല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന വ്യക്തികളെ വിളിച്ചോളാനാണ് പറയുമ്പോ യാ ഫുലാൻ ഖും, എഴുന്നേൽക്കൂ എന്ന് പറയുമ്പോ അതങ്ങ് എഴുന്നേൽക്കുന്നു എന്നതല്ലാതെ ജീവൻ നൽകാനുള്ള ഒരു കഴിവ്, എഴുന്നേൽക്കൂ എന്ന് പറയാനുള്ള കഴിവ് ഈസാ നബിക്ക് നൽകിയതുപോലെ ജീവനിടിക്കാനുള്ള കഴിവ് ഈസാ നബി അലൈഹിസ്സലാമിന് നൽകിയിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ മനസ്സിലാക്കൂ, മഹാനവറുകൾ പറഞ്ഞില്ലേ, വൗബിരിഉൽ അക്മഹ വൽ അബ്റസ, കുഷ്ഠരോഗമുള്ളവരെയും ജന്മനാ തന്നെ അന്ധതയുള്ളവരെയും ഒക്കെ ഞാൻ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ചെയ്യുന്നത് എന്താണ്? രോഗമുള്ള ആളുകളുടെ ശരീരത്തിൽ തടവുക എന്ന പ്രവർത്തനമാണ് ഈസാ നബി അലൈഹിസ്സലാം ചെയ്യുന്നത്. തടവുക എന്ന പ്രവർത്തനമാണ് ഈസാ നബി ചെയ്യുന്നത്. നാം മറ്റാരെങ്കിലും തടവിയ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല. കാരണം അയാളിലൂടെ അള്ളാഹു അത് പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതേ അവസരത്തിൽ ഇതാ ഇത് പ്രവാചകനാണ്, ഞാൻ അയച്ചിട്ടുള്ള എന്റെ സ്വന്തക്കാരനാണ്, നിങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ ഞാൻ അയച്ചിട്ടുള്ള റസൂലാണ് എന്ന് കൃത്യമായി ആ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിക്കുന്ന അവസരത്തിൽ പടച്ച തമ്പുരാൻ അങ്ങ് തോന്നിപ്പിക്കുമ്പോ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ തടവുന്നു. തടവല്ലെന്ന പ്രവൃത്തിയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്യുന്നത്. ശിഫയാക്കുന്നത്, രോഗം സുഖപ്പെടുത്തുന്നത് ഈസാ നബിയല്ല, ആ പ്രവൃത്തി ചെയ്യുന്നവൻ അല്ലാഹുവാണ്. അതല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്? ഞാൻ നിങ്ങളെ ഇന്നലെ ഓതിക്കേൽപ്പിച്ചില്ലേ, ഫഇന്നഹും അദുല്ലി ഇല്ലാ റബ്ബൽ ആലമീൻ അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ വല്ലദീ യുത്ഇമുനി വയസ്ഖീൻ വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായി കഴിഞ്ഞാൽ എനിക്ക് ശിഫ നൽകുന്നവൻ അല്ലാഹുവാണ്.